ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ ജനകൃഷ്ണൻ. അപ്പോൾ 10 റോസ് 500 രൂപയ്ക്കുള്ള ഓഫറാണ്. അപ്പോൾ ആദ്യം തന്നെ ഓർക്കിഡ് റോസാണ് വരുന്നത്. രണ്ടാമതായിട്ട് കൊത്തുമഞ്ഞയാണ് കേട്ടോ. നല്ല നിറയെ ഇങ്ങനെ യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന കൊത്തുമഞ്ഞ റോസാണ് കോമ്പോയിൽ രണ്ടാമതായിട്ടുള്ളത്. മൂന്നാമതായിട്ട് റൊണാൾഡ് ലീഗൽ റോസ് എന്ന് പറയുന്ന ഈ ഒരു മജന്തയും റെഡും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു പ്ലാന്റ് കൂടെയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാണ്. റൊണാൾഡ് ലീഗൽ റോസ് എന്നാണ് ഐഡി വരുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നല്ല വൈറ്റ് കളറിലെ സമ്മർ സ്നോ റോസാണ്. നിറയെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന വൈറ്റ് സമ്മർ സ്നോ റോസാണ് കോമ്പോയിൽ അടുത്തതായിട്ടുള്ളത്. പിന്നെയുള്ള വെറൈറ്റി കാശ്മീരി റോസാണ്. നല്ല പിങ്ക് ഷെയ്ഡ്, പിങ്ക് അല്ല, ഒരു മജന്ത റെഡ് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാവുന്ന കാശ്മീരി റോസിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ തൈകളാണ് അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു നാടൻ റോസാണ്. ഇതിനകത്ത് കോമ്പോയിലും നാടൻ ബട്ടിങ്ങും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നതാണ്. അടുത്തതായിട്ട് കമ്മൽ റോസാണ്. പേർഷ്യൻ വൈറ്റ്, മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന. ഇതിൻ്റെ ഒറിജിനൽ നെയിം വന്നിട്ട് പേർഷ്യൻ വൈറ്റ് എന്നാണ് കേട്ടോ. വൈറ്റ് മുക്കുത്തി എന്നൊക്കെ ഇതിന് പേരുണ്ട്. നല്ല മിനിയേച്ചർ ഫ്ലവറാണ് കേട്ടോ. നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും. അടുത്തതായിട്ട് ഇതാണ് ഇതിൻ്റെ ഐഡി എന്ന് പറയുന്നത് റെഡ് പിനാക്കിയോ എന്നാണ്. റോസുകളുടെ രാജകുമാരി എന്നാണ് ഈ ഒരു റോസ് അറിയപ്പെടുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിപ്പോൾ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് ഈ വലിയ പ്ലാന്റ്സ് ആഡ് ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കോംബോയിൽ സെയിൽ ചെയ്യുന്നത്. അടുത്തതായിട്ട് പിങ്ക് ബട്ടൺ റോസാണ്. നന്നായിട്ട് ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവുന്ന പിങ്ക് ബട്ടൺ റോസാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ബോയാണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓറഞ്ചാണ്. മിനിയേച്ചർ ഓറഞ്ച് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെറീന റോസ് എന്നാണ് കേട്ടോ ഐഡി വരുന്നത്. നല്ല നിറയെ ഇങ്ങനെ പൂക്കളും അതുപോലെ തന്നെ ഒരു നല്ലൊരു ഗ്രീനും ബ്രൗണും ഷെയ്ഡിലാണ് ഇതിൻ്റെ ഇലകൾ വരാറുള്ളത്. നന്നായിട്ടുള്ളൊരു വൈബ്രൻ്റ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ലൊരു വെറൈറ്റി തന്നെയാണ്. അടുത്ത വെറൈറ്റി പട്ട് റോസാണ് കേട്ടോ. പട്ട് റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നാട്ടിൻപുറം പ്രദേശങ്ങളിലൊക്കെ പണ്ട് മുതലേ കണ്ടുവരുന്നതിൻ്റെ പിങ്ക് ഷെയ്ഡിൽ വരുന്ന പട്ട് റോസാണ്. പട്ട് റോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു വെറൈറ്റിയാണ് പന്നീർ റോസ്. എല്ലാവർക്കും അറിയാമായിരിക്കും. പിങ്ക് ഷെയ്ഡിൽ, ബേബി പിങ്ക് ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത് പന്നീർ റോസ്. ഇതിനകത്ത് അത്യാവശ്യം ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് പന്നീർ റോസിൻ്റെതും അതുപോലെ തന്നെ റൊണാൾഡ് ലീഗൽ റോസ് കേട്ടോ. ബാക്കിയൊക്കെ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഉള്ളത്. നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ. പിന്നെ